ക്ഷേമം, വികസനം ഇടതോരം ചേർന്ന് ഇനിയും മികവോടെ മുന്നേറാൻ തയ്യാറെടുത്തിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. വികസനത്തിലും ക്ഷേമ പ്രവർത്തനത്തിലും ജനങ്ങളെ ചേർത്തു നിർത്തിയ സർക്കാരിനോടുള്ള ആഭിമുഖ്യമായിരുന്നു മുൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായത്. അതുതന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേറെയും പങ്കുവയ്ക്കപ്പെടുന്നത്. LDF സർക്കാരുകളുടെ ചിറകിലേറിയാണ് പ്രാദേശിക വികസനങ്ങളേറെയും സാധ്യമായത്. കഴിഞ്ഞ 9 വർഷ കാലയളവിൽ 88,180.16 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് LDF സർക്കാർ നൽകിയത്. ജനകീയ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും അധികാരം നൽകുന്ന ജനകീയ ആസൂത്രണം ആവിഷ്കരിച്ചത് LDF സർക്കാരാണ്. 1996 ഓഗസ്റ്റ് 17 നായനാർ സർക്കാർ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചു. 35% വരെ അധികാരവും പണവും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന രീതി ഇന്ത്യയിലെ അധികാര വികേന്ദ്രീകരണ ചരിത്രത്തിൽ തന്നെ മാതൃകാപരമായ കാഴ്ചപ്പാടായി അങ്ങനെ മാറി. 1996 മുതൽ 2001 2006 മുതൽ 2011 LDF സർക്കാരുകളുടെ ജനകീയ ആസൂത്രണം വഴിയുള്ള നേട്ടങ്ങൾ ദേശീയ അന്തർദേശീയ പ്രശംസ നേടുകയും ചെയ്തിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ UDF ചെയ്തതാകട്ടെ വികസനോന്മുഖമായ ഈ കാഴ്ചപ്പാടിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിയത്. കേരള ഡെവലപ്മെന്റ് പ്ലാൻ എന്ന പുതിയ പദ്ധതി 2001 കൊണ്ടുവന്നത് ജനകീയ ആസൂത്രണത്തെ അട്ടിമറിക്കാനായിരുന്നു UDF ശ്രമം. എന്നാൽ അതിനെയും കേരളം അതിജീവിക്കുക തന്നെ ചെയ്തു. ശ്രീലങ്ക, ബംഗ്ലാദേശ്, റഷ്യ, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളാണ് കേരളത്തിന്റെ മാതൃകാപരമായ ഈ പദ്ധതിയെപ്പറ്റി പഠിക്കുന്നതിനായി കേരളത്തിലെത്തിയത്. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി കേരളത്തിന് കിട്ടിയ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് വേഗം പരിശോധിക്കുകയാണെങ്കിൽ ആ ലിസ്റ്റ് ഇപ്രകാരമായിരിക്കും. ശിശുമരണ നിരക്ക് കുറഞ്ഞു. പ്രതിരോധ കുത്തിവയ്പ്പിന്റെ നിരക്ക് 100%. എല്ലാവർക്കും വീടായി തുടങ്ങി. വീടുകളിലെല്ലാം വൈദ്യുതി എത്തി. സ്കൂളുകൾ, അംഗനവാടികൾ, ഗ്രന്ഥശാലകൾ എല്ലാത്തിനും മികച്ച കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും. ചെറുകിട ജലവിതരണ പദ്ധതികൾക്ക് മികച്ചതായി. ഗ്രാമീണ റോഡുകളും പാലങ്ങളും സമഗ്രമായി, പറഞ്ഞാൽ സമ്പൂർണമായ വികസനം. ഓഖി, നിപ, മഹാപ്രളയം, കാലവർഷക്കെടുതികൾ, COVID-19 എന്നിവയെ ഫലപ്രദമായി നേരിടാനും കേരളത്തെ സജ്ജമാക്കിയത് ഈ അധികാര വികേന്ദ്രീകരണം തന്നെയാണ്. അതിദാരിദ്ര്യം പരിഹരിച്ചതും അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം പരിഹരിക്കാൻ ആവിഷ്കരിച്ച വിജ്ഞാന കേരളം പദ്ധതിയുടെ കരുത്തും ഇതേ അധികാര വികേന്ദ്രീകരണം തന്നെയാണ്. പങ്കാളിത്ത ആസൂത്രണം, മാലിന്യ സംസ്കരണം, തൊഴിൽ ദാതാക്കൾ, കാർഷിക കൂട്ടായ്മകൾ, പരിസ്ഥിതി സംരക്ഷണം, അഴിമതി മുക്ത ഭരണം, അങ്ങനെ ജനകീയ ആസൂത്രണത്തിന്റെ മികവ് ഓരോ മേഖലയിലും കൃത്യമായി നമ്മൾക്ക് ദൃശ്യമാണ്. കേരളത്തിൽ അത് യാഥാർത്ഥ്യമാക്കിയതോ ഇടതുപക്ഷ സർക്കാരുകളും.